നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കല്യാണി, നിന്റെ രക്തമല്ലേ? മിണ്ടരുത്. ആ അസത്തിനെ എനിക്ക് കണ്ടൂടാ. അമ്മ പറയുന്നത് തെറ്റാണ്. ജീവന് വല്ലാത്ത മാറ്റം വന്നിട്ടുണ്ട്. അല്ലാതെ ഇത്തരൊരു സാഹചര്യത്തില് ജീവൻ ഇങ്ങനെയൊന്നും പെരുമാറാൻ പറ്റില്ല. എന്താ ഇവന്റെ ഉദ്ദേശം? ഒന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ ഈശ്വര. അപ്പോ കാണികൾ കൈനീട്ടവും വാങ്ങി. ഇനിയാണ് മക്കളെ നിങ്ങൾ ശരിക്കുള്ള വിഷു കാണാൻ പോകുന്നത്. മോളെ, എന്താ ഇവിടെ ഇരിക്കുന്നേ? ആദ്യമോനായിട്ട് പോയി കളിച്ചൂടെ? വേണ്ട ടീച്ചർ അമ്മേ. എന്താ മോൾക്ക് ഇത്ര വിഷമം? എന്താന്ന് ടീച്ചറോട് പറ. അത് പിന്നെ അയ്യേ, ഒരു നല്ല ദിവസമായിട്ട് ഇങ്ങനെ കരയല്ലേ കേട്ടോ. മോളുടെ മനസ്സിലെ ആഗ്രഹം എന്താണെന്ന് ടീച്ചർക്ക് മനസ്സിലായി. അതിനുള്ള വഴി എന്താണെന്ന് ടീച്ചർ ഉണ്ടാക്കി തരാം കേട്ടോ. കല്യാണി, നമുക്ക് കളിക്കാം, വാ. ആദ്യമോനെ, മോളെയും കൂട്ടി പോയി കളിക്ക്. പോ. വാ കല്യാണി, നമുക്ക് കളിക്കാം. എല്ലാ കാര്യവും ടീച്ചർ ഏറ്റു പറഞ്ഞല്ലോ. പിന്നെന്താ ചിരിക്കാത്തത്? ടീച്ചറെ നോക്കിട്ടൊന്ന് ചിരിച്ചിട്ട് പോ. എന്തിനാ അമ്മേ കല്യാണി കരഞ്ഞത്? കണി കണ്ടും കൈനീട്ടം വാങ്ങിച്ചൊക്കെ കഴിഞ്ഞപ്പോ കല്യാണി മോക്ക് നല്ല സന്തോഷം. സന്തോഷം കൊണ്ട് കരയാറില്ലേ? മക്കള് പോയി കളിച്ചോ. വാ കല്യാണി.
സംസാരിക്കാനുണ്ട്. എന്താണാവോ? ഓ, മത്സരത്തിൽ തോൽപ്പിച്ചതിന് ശേഷം ഒന്നും പറയാൻ പറ്റിയില്ലല്ലോ. അതിനെക്കുറിച്ചാവും. എന്ത് മത്സരത്തെക്കുറിച്ചാ വീണ പറയുന്നേ? അത് നമ്മുടെ വീടിനകത്ത് നടന്ന ചെറിയൊരു കാര്യമല്ലേ? അതിന്റെ ഉത്തരം അമ്മ പറഞ്ഞില്ലേ? ആ പണം എല്ലാവർക്കും വേണ്ടി വീതിക്കാ ചെയ്യണമെന്ന്. നിന്റെ അമ്മയുടെ ദാനത്തിന് വേണ്ടി കൈനീട്ടി നിൽക്കാനേ എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് പറയാനുള്ളത് വേറൊരു കാര്യമാണ്. ആ, എന്താന്ന് വെച്ചാ പറഞ്ഞിട്ട് പോ. വീണ കല്യാണി ശ്രദ്ധിച്ചിരുന്നോ? അവളെ ശ്രദ്ധിക്കാനേ ഇവിടെ ആവശ്യത്തിന് ആളുകളുണ്ടല്ലോ. പിന്നെ ഞാനിതിനെ ശ്രദ്ധിക്കുന്നേ. കല്യാണി ശ്രദ്ധിക്കാൻ ഇവിടെ ഇഷ്ടം പോലെ ആളുകളുണ്ട്. പക്ഷെ അവളുടെ അമ്മ ഒന്നേ ഉള്ളൂ. അവള് ജനിച്ചതിന് ശേഷം ആദ്യമായിട്ടൊരു വിഷുവിന് വീണ അവളുടെ അടുത്ത് ഉണ്ടായതല്ലേ? അവളൊരു കൈനീട്ട് ആഗ്രഹിക്കില്ലേ? വീണയിൽ നിന്നൊരു ചേർത്ത് പിടിക്കൽ, ഒരു അനുഗ്രഹം, അതവൾ ആഗ്രഹിക്കില്ലേ? ആ കുഞ്ഞു മനസ്സിലതുണ്ട്. അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാ ഞാനീ പറയുന്ന. കല്യാണി മോൾക്ക് വീണൊരു കൈനീട്ടം കൊടുക്കേണ്ടതായിരുന്നു. നോക്ക്, ഇവിടെ മറ്റുള്ളവരൊക്കെ ജീവിതത്തില് നിന്റെ ഉപദേശത്തിന് വേണ്ടി കാത്തിരിക്കാന്നൊക്കെ എനിക്കറിയാം. ആ പവർ വെച്ച് വീണെ ഉപദേശിക്കാൻ വരണ്ട. നിന്നെപ്പോലെ അടുക്കളയിൽ കിടക്കുന്നവളല്ല ഞാൻ. എന്റെ ഒരു വിശ്വാസംസയ്ക്ക് പോലും വിലയുള്ള വലിയൊരു ലോകമുണ്ട്. എന്റെ താല്പര്യം അതാ. അതിനിടയിൽ ആരുടെയും കണ്ണീരൊപ്പാനും കൈനീട്ടം കൊടുക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. നമുക്കൊരു ചെറിയ നേട്ടം ഉണ്ടാവുമ്പോ വാഴ്ത്താൻ ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷെ അതെല്ലാം കഴിഞ്ഞാലും നമ്മൾ മടങ്ങുന്നത് നമ്മുടെ കുടുംബത്തിലേക്കല്ലേ, നമ്മുടെ രക്തബന്ധത്തിലേക്കല്ലേ? കല്യാണി നിന്റെ രക്തമല്ലേ? മിണ്ടരുത്. ആ അസത്തിനെ എനിക്ക് കണ്ടൂടാ. വീണ, നിന്റെ ഹരിയേട്ടന്റെ ഒക്കെ കൂട്ടത്തിൽ നിന്ന് അവളെന്നെ കളിയാക്കി ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അപ്പൊ അവളുടെ മുഖത്തെ അഹങ്കാരം കണ്ടിട്ടുണ്ടോ? എനിക്ക് ആരുടെ അമ്മ സ്ഥാനമൊന്നും വേണ്ട. പിന്നെ നിന്റെ ഈ അഭ്യാസം ഉണ്ടല്ലോ, എല്ലാം പിടിച്ചെടുക്കുകയും വേണം, എന്നാൽ നിഷ്കളങ്കയാണെന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്ന രീതി. അത് എന്റെ അടുത്ത് ചെലവാവില്ല. വീണയെ പെരുമാറ്റം പഠിപ്പിക്കാൻ നീ ആയിട്ടില്ല. നീ എന്താന്ന് വെച്ചാ ചെയ്. പക്ഷെ ഇനി ഇത്തരം കാര്യവും പറഞ്ഞ് എന്റെ കൺമുമ്പിൽ വന്നു പോവരുത്. ഇറങ്ങിപ്പോടി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.